ഓം നമ ശിവായ. ഒരുപാട് പേര് വന്ന് പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ തോന്നാറുള്ള ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. പലരും പറയാറുണ്ട്, തിരുമേനി എല്ലാം ചെയ്യുന്നുണ്ട്, ക്ഷേത്രങ്ങൾ പോകുന്നുണ്ട്, പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒന്ന് ഉയർന്നു വന്ന് തോന്നും, പെട്ടെന്ന് തന്നെ എല്ലാം പഴയ ദുരിതത്തിലേക്ക് തന്നെ പോകും. എന്താണ് കാരണം? ഒരുപാടൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അയൽക്കാരെ പറ്റി ചോദിച്ചു. അയൽക്കാരുമായി നല്ല ബന്ധമാണെന്ന് പറയുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ടോ എന്നും നിങ്ങളുടെ ഉയർച്ചയെപ്പറ്റി വാദവരത്തെ സംസാരിക്കാറുണ്ടോ എന്നും ചോദിച്ച ചോദ്യത്തിന് അതെ എന്ന മറുപടിയും തന്നു. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, നമുക്കുണ്ടാകുന്ന ജീവിത വിജയം ഏറെ ആളുകളെ ഒന്നും സന്തോഷിപ്പിക്കാറില്ല എന്നതാണ്. ഇന്നലെ വരെ ഇങ്ങനെ കിടന്നവരായിരുന്നു, ഇന്ന് രക്ഷപ്പെട്ടല്ലോ എന്നതായിരിക്കും കൂടുതൽ പേരുടെയും മനസ്സിൽ. എല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എങ്കിലും മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാത്തിടത്തോളം സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണണം. അയൽദോഷം നമുക്ക് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം: അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും. നിങ്ങളുടെ നാശം മാത്രം മനസ്സിൽ കണ്ട് മനഃപൂർവ്വമായി വിളിച്ചിരുത്തുന്നവരുണ്ട്. എന്നാൽ ചില പ്രത്യേക നാളുകാരുടെ ദൃഷ്ടിയും ഇതിന് കാരണമാകാറുണ്ട്. ആയില്യം, ചതയം, പുണർതം നാളുകാർ, അവരുടെ ദൃഷ്ടി അവരറിയാതെ തന്നെ അയൽക്കാർക്ക് ദോഷമായി വന്ന് മാറാറുണ്ട്. ഈ അയൽദോഷവും കണ്ണീറും പ്രാക്കുമെല്ലാം നിങ്ങളെ വിട്ടകലുന്നതിനുള്ള ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ മനസ്സുള്ളവർക്ക് പരീക്ഷിച്ചു നോക്കാം. അവരെ തിരിച്ച് ദ്രോഹിക്കാനോ അവർക്ക് ദോഷം വരുത്തി വയ്ക്കാനോ വേണ്ടിയല്ല നാം ഇത് ചെയ്യേണ്ടത്. നമുക്ക് ആരെയും ദ്രോഹിക്കണമെന്ന ആഗ്രഹം ഒരിക്കലും ഉണ്ടാകുകയും ചെയ്യില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക. മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷത്തിൽ നിന്നും കണ്ണീറിൽ നിന്നും പ്രാക്കിൽ നിന്നുമെല്ലാം നമുക്ക് രക്ഷ നേടാനുള്ളൊരു മാർഗമായി ഇതിനെ കാണുക. ചെയ്തു നോക്കുക, നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ കഴിയും. എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് ഓരോന്നായി പറഞ്ഞു തരാം. ഇത് ചെയ്യാനായി ആദ്യം വേണ്ടത് എരിക്കിൻ്റെ ഇല സംഘടിപ്പിക്കുക എന്നതാണ്. ശിവക്ഷേത്രങ്ങളിലെ വിശേഷാൽ പൂജകൾക്ക് ഉപയോഗിക്കുന്ന പൂവാണ് എരിക്കിൻ്റെ പൂ. ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ്. ശിവപ്രീതിക്ക് അത്യുത്തമമായ പൂവാണ് എരിക്കിൻ്റെ പൂ. ക്ഷേത്രങ്ങളുടെ മുന്നിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ പണ്ട് സുലഭമായി ലഭിച്ചിരുന്ന ചെടിയാണ്. എന്നാൽ ഇന്ന് കുറേശ്ശെയായി ഇല്ലാതാവുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കർമ്മത്തിന് ഇത് കൂടിയേ തീരൂ എന്നുള്ളത് കൊണ്ട് സംഘടിപ്പിക്കുക. എരിക്കിൻ്റെ ഇല ഉണക്കി നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. കർമ്മം ചെയ്യുന്നതിന് ഇന്ന ദിവസമേ ചെയ്യാവൂ എന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ സൗകര്യം ആ സമയത്ത് ചെയ്യുക. ചെയ്യുന്ന ദിവസം സന്ധ്യാസമയം കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഉത്തമമെന്ന് മാത്രം. കർമ്മം എന്താണെന്ന് പറയാം. ഒരു തട്ടത്തിലോ താലത്തിലോ നേരത്തെ ശേഖരിച്ചു വെച്ച എരിക്കിൻ്റെ ഇല 3 എണ്ണം വയ്ക്കുക. ഇതോടൊപ്പം 3 വറ്റൽമുളക് വയ്ക്കുക. ഒരു നുള്ളുപ്പ്, പരലുപ്പാണെങ്കിൽ അത്യുത്തമം. ഇതെല്ലാം വച്ച് അതിൽ ഒരു 3 കഷണം കർപ്പൂരം വെച്ച് കത്തിക്കുക. കത്തിച്ച ശേഷം വീടിന് ചുറ്റും ഘടികാര ദിശയിൽ 3 തവണ ചുറ്റുക. ഘടികാര ദിശ മനസ്സിലായില്ല എങ്കിൽ നമ്മൾ വാതിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വലതുവശം വരുന്ന ഭാഗത്തു കൂടി വീടിനെ ചുറ്റുക. ചുറ്റുമ്പോൾ ശിവന്റെ അഘോര രൂപം മനസ്സിൽ ധ്യാനിക്കുക. 1ാമത്തെ തവണ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓം കലിദോഷഹരണായ നമ എന്നും, 2ാമത്തെ പ്രദക്ഷിണ സമയത്ത് ഓം വിഘ്നനാശിനിയ നമ എന്നും, 3ാമത്തെ പ്രദക്ഷിണ സമയത്ത് ഓം മഹാപാതകനാശനായ നമ എന്നും ചൊല്ലുക. അതിനുശേഷം നാം എടുത്ത പൂജാ സാധനങ്ങളെല്ലാം ഒന്നായി തീ കൂട്ടിയിട്ട് കത്തിക്കുക. അല്ലെങ്കിൽ അടുപ്പിലിട്ട് കത്തിച്ചാലും മതിയാകും. ഇത് വീടിന് ചുറ്റും ചെയ്യുമ്പോൾ വീടിനെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷവും രാക്കും കണ്ണീറുമെല്ലാം ഒഴിഞ്ഞു പോകും. ഇനി കർമ്മം ഓരോ വ്യക്തിക്ക് വേണ്ടിയും ചെയ്യാവുന്നതാണ്. ഗൃഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്കാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്രദക്ഷിണത്തിന് പകരം താലം കൊണ്ട് ഈ വ്യക്തിയെ ആവാത ചൂടം ഒഴിയുക. അതായത് തല മുതൽ പാദം വരെ ഒഴിയുക. അത് വീടിന് പുറത്ത് പരത്തി വേണം ചെയ്യാൻ. മന്ത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഘോരമൂർത്തിയായ ശിവനെ ധ്യാനിച്ച് ചൊല്ലുക. മാസത്തിലൊരിക്കൽ ഇത് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതല്ല, എപ്പോഴാണോ അയൽദോഷം നിങ്ങളെ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോഴൊക്കെ ഇത് ചെയ്യാവുന്നതാണ്.